നാം എല്ലാവരുടെയും ഉള്ളകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, നമ്മളെ വല്ലാണ്ട് ഞെരുക്കുന്ന ഒരു ധാരണ, ദൈവത്തെക്കുറിച്ച് ചിന്ത ഇതാണ്: ഞാൻ പാപം ചെയ്ത ദൈവത്തിന് തന്നെ ഇഷ്ടമില്ല. നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ ഗുരുഭൂതരിൽ നിന്നും നമ്മളെ നയിച്ച ഇടവികാരിയും അങ്ങനെയൊക്കെയുള്ള അഭിഷേകത്തിലും ധ്യാനഗുരുക്കന്മാരും എല്ലാം ഇതുവരെയും കേട്ടുള്ള മുഴുവനും പാപം ചെയ്ത ദൈവത്തിന് ഇഷ്ടമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകൾ നടത്തുന്ന ഈ തിരുവചന വിചിന്തന പരമ്പരയുടെ 30ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദര സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകൾ 1ാമത്തെ യാചനയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. പൂജിതമാകുന്നത് നമ്മുടെ ഉള്ളിലാണ്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നമ്മൾ കണ്ടു. അങ്ങനെ പൂജിതമാകണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള മാധുര്യമുള്ള നന്മയുടെ അനുഭവങ്ങൾ രുചിച്ച് അറിയണം. സങ്കീർത്തനം 34:8 പറയുന്ന പോലെ ആ ഒരു രുചിച്ചുള്ള അറിവ് ഭൗതികം അറിവല്ല, മറിച്ച് അനുഭവിച്ചുള്ള അറിവാണ്. അങ്ങനെയുള്ള അറിവിലേക്ക് നമ്മൾ വരാതിരിക്കാനായിട്ട് സാത്താൻ വളരെ വിദഗ്ധമായി കെണിവെച്ചൊരു പ്രകാശം കാണുകയുണ്ടായി. ദൈവത്തെക്കുറിച്ച് വികലമായ ധാരണ തന്നു. CCC 399 സഭയിൽ പഠിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് വികലമായ ധാരണയുണ്ടാക്കി. ആ ധാരണയെ മാറ്റാൻ വേണ്ടിയിട്ടും കൂടിയാണ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം വാക്യം, പിശാചന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ആ നശിപ്പിക്കലിന്റെ പ്രക്രിയ ദൈവപുത്രൻ ചെയ്തത് നാനാവിധത്തിലാണ്. അതിന് വളരെ പ്രഥമമായതും ഏറ്റവും സമയമെടുത്ത് ദൈവപുത്രൻ ചെയ്ത കാര്യം ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ പഠിപ്പിക്കല് ദൈവപുത്രൻ ചെയ്തത് വാക്കുകൊണ്ട് മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഉപമകളിലൂടെയും എല്ലാമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, അവിടുത്തെ ഒരു ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെ ആ ഏകജാതന അവിടുത്തെ വെളിപ്പെടുത്തിയത്. അങ്ങനെ വെളിപ്പെടുത്തിയ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ചിത്രം സാത്താനിട്ട ചിത്രമല്ല. ഏത്? പാപം ചെയ്ത ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ പറ്റിയല്ല, നമ്മൾ പേടിച്ചോടിക്കണം. പാപം ഒന്നും ചെയ്യാതെ ജീവിച്ചാൽ ദൈവത്തിന് നമ്മൾ സ്നേഹമുള്ളൂ, ഇഷ്ടമുള്ളൂ. ഈ ധാരണ അല്ല ഈശോ നമുക്ക് തന്നത്. പക്ഷെ എങ്ങനെയോ നാം എല്ലാവരുടെയും ഉള്ളകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന, നമ്മളെ വല്ലാണ്ട് ഞെരുക്കുന്ന ഒരു ധാരണ, ദൈവത്തെക്കുറിച്ച് ചിന്ത ഇതാണ്: ഞാൻ പാപം ചെയ്ത ദൈവത്തിന് തന്നെ ഇഷ്ടമില്ല. നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ ഗുരുഭൂതരിൽ നിന്നും നമ്മളെ നയിച്ച ഇടവികാരിയും അങ്ങനെയൊക്കെയുള്ള അഭിഷേകത്തിലും ധ്യാനഗുരുക്കന്മാരും എല്ലാം ഇതുവരെയും കേട്ടുള്ള മുഴുവനും പാപം ചെയ്ത ദൈവത്തിന് ഇഷ്ടമില്ല. പാപം ചെയ്യരുത്. അതുർവാനൊക്കെ സ്വീകരിക്കുന്ന അവസരത്തിന് ഡൊമിനിക് സാവിയുടെയും മരിയോ ഗൊരിയോറ്റിയുടെയും ഒക്കെ മാതൃകകൾ ചൂണ്ടിക്കാണിച്ച് നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർ, സിസ്റ്റർമാരൊക്കെ മനോഹരമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു പാപം പോലും ചെയ്യരുത്. പാപം ഒന്നും ചെയ്യാതെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മോനായിട്ട് മോളായിട്ട് ജീവിക്കണം. അന്നാ കുരുന്ന പ്രായം നമ്മളെല്ലാവരും എന്തുമാത്രം തീക്ഷണതയുടെ തീരുമാനം എടുത്തിട്ടുണ്ട്. പാപത്തെക്കാളും മരണമെന്ന് ഡൊമിനിക് സാവി തീരുമാനമെടുത്തു. മരിയോ മരിച്ചു പാപത്തിന് സാഹചര്യം വന്നപ്പോൾ പാപത്തിന് വഴങ്ങാതിരിക്കാൻ. ഞാനും അങ്ങനെ ആയിരിക്കും. അങ്ങനെ നമ്മൾ തീരുമാനമൊക്കെ എടുത്ത് നല്ലൊരു കുമ്പസാരിച്ച് ആ തീരുമാനം കൈക്കൊണ്ടു. നല്ല വെള്ള മുടിയും വെള്ള ഉടുപ്പും പൂച്ചൻ്റെ ഒക്കെ ആയിട്ട് മനോഹരമായ വിശുദ്ധമായ ദിവസം. അന്നത്തെ ആഘോഷം എല്ലാം കഴിഞ്ഞ് പക്ഷെ സംഭവിച്ചെന്നൊക്കെ നമുക്കറിയാമല്ലോ. അന്ന് തന്നെ മിക്കവാറും നമ്മൾ വൃത്തികൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുകയാണ്, ഒരു രാവിലത്തെ ആഘോഷം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി, കുർബാന സ്വീകരണം കഴിഞ്ഞ കൊച്ച് അങ്ങനെ വീട്ടിലെത്തി ഉടുപ്പൊക്കെ മാറ്റി വെച്ച്, മുടിയൊക്കെ മാറ്റി വെച്ച്, പൂച്ചൻ്റെ ഒക്കെ മാറ്റി വെച്ച്, എന്നാലും പള്ളിയിലിട്ട ഉടുപ്പൊക്കെ തന്നെ ഇട്ടുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള കേക്കോ പലഹാരമോ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഉച്ചയാകാറാകുമ്പോൾ ഇങ്ങനെ വരാന്തയിലോട്ട് ഇറങ്ങി വരുമ്പം വല്ല മുറിക്കകത്ത് മുറ്റത്തോട്ട് നോക്കുമ്പോൾ ഇതിൽ മുറ്റത്ത് ഒരാളിങ്ങനെ പോകുന്നു. ആരാണ്? അനുജനാ, കുഞ്ഞനുജൻ. നോക്കിയപ്പോൾ അവന്റെ തലയിലിരിക്കുന്നു താനിന്ന് രാവിലെ പള്ളിയിൽ കുർബാന സ്വീകരണത്തിന് വെച്ച മുടി, തൻ്റെ മുടി. അത് അവൻ തലയെ വെച്ച് അടക്കുക. അവരത് കണ്ട് ചേട്ടായുടെ തലയിരിക്കുന്ന മുടി കണ്ട് അവന് കൊതി വന്നതാണ്. പള്ളിയിരുന്നപ്പോൾ കൊതിയോടെ നോക്കിയത് ഈ മുടി. ചേട്ടായി അത് ഊരി വെച്ച് കഴിഞ്ഞപ്പോൾ അവനത് ആഘോഷമായിട്ട് തലയെ വെച്ചോണം മുറ്റത്തൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നടക്കുന്ന വഴിക്കാൻ എടുത്ത് നോക്കുന്നത് മാത്രം ഓരോ പൂവെടുത്ത് പറിച്ചത് ഈ ഊതി പറപ്പിക്കുകയും കൂടെ ചെന്ന് വിചാരിച്ചു. ഇത് കാണുന്ന ഈ ചേട്ടായിയുടെ ചിന്ത എന്തായിരിക്കും? സഹിക്കാൻ പറ്റുമോ? ഒരൊറ്റ ചാട്ടം
കഥ തുറന്ന് പുറത്തേക്ക് ചാടി ഇറങ്ങി ഓടിച്ചെന്ന് അവനെ പിടിച്ചിട്ട് ആ മുടി തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അപ്പോഴേ കൊടുക്കും. നല്ല തൊഴിയും അടിയും എല്ലാം കൊടുക്കും. പിന്നെ കൊടുത്തിട്ട് നോക്കുമ്പോൾ ഉണ്ട് മുറ്റത്തിന് കിടക്കുന്നു പറിച്ചിട്ട് പൂക്കള്, മുടിയുടെ പൂക്കള് വരുന്നത് കാണുന്നുമില്ല. അത് കാണും. പിന്നെ ഒരു തൊഴി കൊടുക്കും, അടിക്കും. അങ്ങനെ പെരുമാറി പോകും. അതുപോലെ വിഷം വരും. അങ്ങനെ ഇടിയും തൊഴിയും കൊടുക്കുമ്പോൾ കാറുന്ന അനുജൻ അത് കേട്ട അമ്മയൊക്കെ ഇറങ്ങി ഓടി വന്ന് സംഭവിക്കുന്നത് എന്നതാ. അവ പിടിച്ചു മാറ്റും. പെട്ടെന്ന് ചോദിക്കുക, എന്നടാ കാണിക്കുന്നില്ല. പിന്നെ തൊഴിക്കാൻ തുടങ്ങുക. കാരണം മുടി പറിച്ചു കിടക്കുന്നു, പൂ പറിച്ചു കിടക്കുന്നു. അമ്മ ഇത് കണ്ടില്ലേ, എൻ്റെ മുടി അവൻ പൂവെല്ലാം പറിച്ചു. പിന്നെ തൊഴിക്കാൻ തുടങ്ങും. അമ്മ പിടിച്ചു മാറ്റിയിട്ടൊരു പറച്ചില് പറയും. എന്താ പറയുന്നറിയാമല്ലോ? ഇതേ ഇന്ന് ആദ്യകുർബാന സ്വീകരിച്ചതാണ്, ഈശോ സ്വീകരിച്ചതാണ്. നീ അടിച്ചില്ല, ഇടിച്ചില്ല, തൊഴിച്ചില്ല, ചീത്തവാക്ക് വിളിച്ചില്ല, ഈശോ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത പറച്ചിലാണ്. ഇത് കേട്ട് നമ്മളെല്ലാം ഞടുങ്ങിയിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള അനുഭവങ്ങളിൽ ഞടുങ്ങിയിട്ടുണ്ട്. ഈശോ ഇറങ്ങിപ്പോയി. അപ്പോഴേ നമ്മള് ചക്കത്ത് ഞെക്കി നോക്കുകയാണ്. ഇത്ര നേരം ഈശോ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഈശോ ഇറങ്ങിപ്പോയി. അതുപോലത്തെ പണി ഞാൻ കാണിച്ചു. വിഷമമായി. എന്നാ ചെയ്യുന്നേ? മുടി അത് പോയി. ഒരു തരത്തിൽ ഭരിക്കാത്തത് കയറുമ്പം രൂപത്തിന്റെ അടുത്തോട്ട് രൂപത്തിലേക്ക് നോക്കാൻ പോലും നമുക്ക് പേടിയാ. കാരണം എന്താ, അതുവരെ നമുക്ക് തോന്നുകയാണ് ഈശോ നമ്മൾ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു കുർബാന സ്വീകരിച്ചു വന്ന് നമ്മൾ നോക്കിക്കൊണ്ട്. ഇപ്പൊ അതേ ദീർഘചിത്രത്തേക്ക് നോക്കുമ്പോണ്ടല്ലോ ഈശോയുടെ മുഖം ഇങ്ങനെ കണ്ണു മുഴപ്പിച്ച് നോക്കുന്നു, നമുക്ക് തോന്നിപ്പോവുക. നമ്മുടെ ഉള്ളിലുള്ള ചിത്രം അങ്ങോട്ട് നമുക്ക് അനുഭവപ്പെടുക നമ്മൾ നോക്കുന്നതായിട്ട്. അപ്പോൾ നമ്മൾ തല കുനിക്കുകയാണ്, മാറി നീക്കുകയാണ്. എന്നാ ചെയ്യുന്നേ? ഈ നിപ്പാണ് ഹവ്വയും ആദ്യം പാപം ചെയ്തിട്ട് ഏതൻ തോട്ടത്തിൽ നിന്നത്. തങ്ങൾ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചോട് ദൈവത്തിന്റെ സ്നേഹമില്ല. ഒരു കാലൊച്ച കേട്ടപ്പോഴേ അവർ ഒളിച്ചു, ഭയന്ന് ഒളിച്ചു, വിളിച്ചിട്ടും വരുന്നില്ല. ആ നിപ്പാണ് നമ്മൾ ഈ രൂപത്തിന് വേണ്ടി നോക്കാൻ പോലും പറ്റുന്നത്, അത് കുറിച്ച് നിൽക്കുന്നത്. പിന്നെ നമ്മൾ അമ്മ പറഞ്ഞു കേട്ട് മനസ്താപനമൊക്കെ ചൊല്ലി തീരുമാനമൊക്കെ പുതുക്കി ഇനി അടിക്കുകയല്ല, പിടിക്കുകയല്ല, തൊഴിക്കുകയല്ല, ഉള്ളി പറിക്കുകയല്ല, ചിന്ത പറിക്കുകയല്ല, എല്ലാം ഉറപ്പെടുത്തിട്ട് പിന്നെയും പോയി വ്യത്യാസം പോയി ഈശോയെ സ്വീകരിച്ച് ഉള്ളി വരുന്നിട്ട് പറയാൻ ഇനി ഒരിക്കലും അങ്ങേക്ക് ഇഷ്ടം ഒന്നും ചെയ്യണ്ടോ, അവന് സാവിയെ പോലെ ജീവിക്കും, മരുകരുടെ പോലെ ജീവിക്കും. അങ്ങനെ വന്നിട്ട് സംഭവിക്കുന്നത് എന്താ? പക്ഷേ വൈകുന്നേരം ആകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും വിഷയം വരും. നമ്മൾ ഇടി തൊഴി കൊടുക്കുക, കാട്ടി തിന്നുമ്പോൾ എല്ലാം സംഭവിക്കും. കുരിശുപണിക്ക് വരുമ്പോഴത്തേക്ക് അത് അമ്മ അറിഞ്ഞാലും ഇല്ലേലും കുരിശുപണിക്കാൻ വരുമ്പോൾ രൂപത്തേക്ക് നോക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ വേണ്ടി എന്താണ്, ഈശോ എല്ലാം കണ്ടിട്ടുണ്ട്, ഈശോയ്ക്ക് ഇഷ്ടമില്ല, ഞാൻ തെറ്റ് ചെയ്തു. ഈ ഒരു കുറ്റബോധത്തിന്റെ ഒരു ഭീകര അവസ്ഥ. അങ്ങനെ ഒരു തരത്തിൽ കുമ്പസാരിച്ചും തിരുത്തി തീരുമാനമെടുത്ത് പിന്നെയും വീണ്ടും ഒക്കെ നീങ്ങുന്നു. കൗമാരപ്രായത്തിലേക്ക് വരുമ്പോഴോ ലൈംഗിക മേഖലയൊക്കെ ഓണായി വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൗതുകങ്ങളായ ആകാംക്ഷകളായി ആരെങ്കിലും വന്നു തൊട്ടു, തോണ്ടി, അല്ലെ പിടിച്ചു, എന്തെങ്കിലുമൊക്കെ ചെയ്തു, അല്ലെ മൊബൈലിൽ പോണെ അത് കണ്ടു, ഇത് കണ്ടു, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും മറ്റേ വിരോറ്റി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പരോഗതി ഭാവത്ത് ഓടിയാകുന്നു, അവനസാബി അങ്ങനെ ജീവിച്ച ഞാനിപ്പോൾ എന്താ ഈ അവസ്ഥ. ആരും ഒന്നും അറിയാതെ ചെയ്ത കാര്യമായിരിക്കും അതൊക്കെ. ലൈംഗികമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു. അതുമായിട്ട് കർത്താവിന്റെ പക്കലേക്ക് ഈശ്വര രൂപത്തിന്റെ മുന്നോട്ട് വരുമ്പോൾ നോക്കാൻ പറ്റുകയില്ല. ഈശ്വര മുഖത്തേക്ക് എങ്ങനെ നോക്കും? ഞാൻ അശുദ്ധിയിലാണ്, അശുദ്ധനാണ്, അശുദ്ധയാണ്, പാപം ചെയ്തു, ആരും പറഞ്ഞില്ലല്ലോ, ഈശോയ്ക്ക് അറിയാം. പിന്നെ എങ്ങനെ കുർബാന സ്വീകരിക്കാൻ വരാൻ പറ്റും? കുർബാന സ്വീകരിക്കാൻ വരാൻ ഇഷ്ടമില്ല, പള്ളി പോകാൻ ഇഷ്ടമില്ല. പിന്നെ നാടും വീട് വിട്ട് നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങൾ യുവത്വത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പഠിക്കാനൊക്കെ ദൂരദേശത്ത് ഹോസ്റ്റൽ താമസം മാറ്റി. അപ്പൊ അവിടെ ഇത് വേറെ പാപത്തിന്റെ സാഹചര്യങ്ങളെ കൂട്ടുകാർ അങ്ങനെ കാണിച്ചു, അങ്ങനെ വിളിച്ചു, അങ്ങനെ ചെയ്തു, അതിന് പറയിച്ചിട്ട് പോയി. അപ്പോഴെല്ലാം ഉണ്ടിഞ്ഞടുങ്ങാണ്. അങ്ങനെ കുറ്റബോധം ഭാരം ഞെരുങ്ങിയിട്ട് വയ്യ. പ്രാർത്ഥന ഉപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈശോ സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഡോമിനിസാവിയും മരുകേറ്റിയൊക്കെ വലിയ വിശുദ്ധർ, ഞാൻ ആരാ, അതുപോലെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാകും. പിന്നെ ചിലപ്പോൾ തീരുമാനമെടുത്ത് ധ്യാനം കൂടിയൊക്കെ ഒരു തരത്തിൽ നേരെ നിൽക്കുന്നു, നേരെ നിൽക്കുന്നു. പക്ഷെ ഏതാനും ആഴ്ച പിന്നെ വീഴും. അങ്ങനെ കുറെ സംഭവിച്ചു കഴിയുമ്പോഴും ചിന്ത വരികയാണ്, കുമ്പസാരിച്ചിട്ട് കാര്യമില്ല, ധ്യാനിച്ചിട്ട് കാര്യമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ പോക്കാണ്. സാത്താൻ പറഞ്ഞു തരും, നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുകയല്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുകയല്ല, നീ ഒന്ന് വിശുദ്ധപ്പെട്ട് ജീവിക്കാൻ പറ്റിയ ആളല്ല, നിന്റെ കയ്യിരിപ്പാട്ടില്ല, എത്ര വൃത്തികെട്ടാ, നീ മോക്കാവുണ്ട്, നീ എന്നെ പോയി ചെയ്തു, പിന്നെ എന്തെങ്കിലും കുമ്പസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഇതൊക്കെ ആരെക്കൊണ്ട് പറ്റും? ഇങ്ങനെ ചിന്ത വന്നിട്ടൊക്കെ തീരുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങൾ, ഇതാണ് ആദ്യം മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്ന അവസ്ഥ. നമ്മൾ ഇതിന്റെ പുറകിലെ CCC 390 പറയുകയാണ്, സാത്താൻ ഇട്ട് തന്ന ഒരു വലിയ അപചയം നമ്മളെ ഇട്ട് വേട്ടയാടുന്നുണ്ട്. ദൈവത്തെ ഒരു വികരമായ ധാരണ എന്താണ്? പാപം ചെയ്താൽ ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ പറ്റിയല്ല. ഈശോ വന്നിട്ട് എന്താ പഠിപ്പിച്ചത്?
പാപം ചെയ്യുന്ന വ്യക്തികളുടെ പുറകെ വരുന്ന ഒരു ദൈവത്തെയാണ് ഈശോ കാണിച്ചു തരുന്നത്. 100 ആടുണ്ടായിരിക്കും ഒന്നും കാണാതെ പോയാൽ 99നെയും അവിടെ മലയിലിട്ടിട്ട് കാണാതെ പോയതിൻ്റെ പുറകെ കണ്ടു കിട്ടുവോൾ അന്വേഷിച്ചു പോകുന്ന ഇടയനാണ് താൻ എന്ന് ഈശോ പറയുമ്പോൾ താൻ ആരാണ്? സ്വർഗത്തിലെ ദൈവമാണ്. കാരണം യോഹന്നാൻ 14 8 9 10 നമ്മൾ കണ്ടില്ലേ, പീലിപ്പോസ് പറയുന്നു കർത്താവ് പിതാവിനെ കാണിച്ചതാ. ഈശോ പിതാവിനെ കുറിച്ച് ഒത്തിരി പറയുന്നു, അത് യോഹന്നാൻ പങ്കുവെക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് വരുന്ന പീലിപ്പോസിന് പിതാവിനെ ഒന്ന് കണ്ടാൽ അതിൽ ആഗ്രഹം കയറി. അത് പീലിപ്പോസ് എന്നാൽ പിതാവിനെ കാണിച്ചത് മതി. അപ്പൊ ഈശോ പറഞ്ഞത് മറുപടി പങ്കറിയല്ലോ, പീലിപ്പോസ് എന്താ ഇത്ര 3 വർഷം എന്നോട് നിർത്തി മനസ്സിലാക്കുന്നില്ലേ? എന്നെ കാണുന്നു, പിതാവിനെ കാണുന്നു. പിതാവ് എന്നെ ഉപസിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക ചെയ്യുന്നതാണ്. ഞാനീ പറയുന്ന ഒന്നും സ്വമേധയല്ല, ചെയ്യുന്ന ഒന്നും സ്വമേധയല്ല, പിതാവ് തന്നെ എന്നെ ഉപസിച്ച് പ്രവർത്തിക്കുക ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 100 ആടിന്റെ ഉപമ അറിയുന്നത് ഈശോയാണെങ്കിൽ ആ ഈശോയുടെ അതിർത്തിൽ സഹോദരൻ പിതാവാ പറയുന്നത്. ഈ ഒന്നിന്റെ പുറകെ പോകുന്നത്, ഏതൊന്നിന്റെ പുറകെ വഴുതിട്ട് പോകുന്നതിന് പറയുന്നത്. നമ്മൾ പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ പാപം ചെയ്യാത്ത വ്യക്തിയുടെ പക്കലേക്ക് എന്നതിനേക്കാൾ പാപം ചെയ്ത് അകന്നു പോകുന്ന ഒരു വ്യക്തിയുടെ പിന്നാലെയാണ് ദൈവം വരുന്നതെന്ന് ഈശോ പഠിപ്പിക്കാൻ നോക്കുകയാണ്. ഒരു ഉപമയിലൂടെ മാത്രമല്ല, അനേക ഉപമകളിലൂടെ, അനേക സംഭവങ്ങളിലൂടെ. ഇത് നന്നായിട്ട് തിരിച്ചറിയണം. പാപത്തിന്റെ ഫലമായിട്ട് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഒട്ടും കുറയുന്നില്ല എന്നുള്ള തിരിച്ചറിവാണ് ഈശോ ഒന്നാമതായിട്ട് തന്നെ നിരവധിയായ പ്രബോധനങ്ങളിലൂടെ നമുക്ക് തരാൻ നോക്കിയത് അല്ലെ, ഈശോയിലൂടെ പിതാവ് നമുക്ക് തരുന്നത്. ഈ ഒരു ബോധ്യം എടുക്കാത്തത് കൊണ്ടാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സംഭൂജിത സ്നേഹത്തിന്റെ അടുപ്പ് നമുക്ക് അനുഭവപ്പെടാത്ത ദൈവത്തോട്, പിതാവിനോട് നമുക്ക് അവിടെ തിരുത്തലെടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാൻ പറ്റിയ സെഷനിൽ ഹല്ലേലൂയ കർത്താവേ ഈശോയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അപരിണീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.